കഴിഞ്ഞ തവണ മുട്ടുവേദനയുടെ ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുട്ടുവേദന നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഇപ്പോൾ വീൽ ചെയറിൽ വരുന്ന പല ആളുകൾ നമുക്ക് ഇതുപോലെ വന്നിട്ട് നമുക്ക് നടന്നു പോയ ചരിത്രം നമുക്ക് ഉസ്താദിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മുട്ടുവേദന മാറാനും അതിന് റിസൾട്ട് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹക്കീം സാലി ഗുരുക്കളാണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ചറിയാം. നമ്മളിപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു വിഷയമായിരുന്നു ഒരു ദിവസം കൊണ്ട് എങ്ങനെ മുട്ടുവേദന പൂർണ്ണമായി മാറ്റാം എന്നുള്ള കാര്യങ്ങൾ. അതിൽ ഒരുപാട് രോഗികൾ വരികയും ഒരുപാട് ആളുകൾക്ക് നമുക്ക് അസുഖം മാറ്റി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇത് എന്നാലും ആളുകൾ കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ഇത് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളത്. ശരിക്കും അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറുന്ന മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഈ പെട്ടെന്ന് നമുക്ക് തുടങ്ങുന്ന വേദനകളുണ്ട്. കാൽമുട്ടിന് പെട്ടെന്ന് വേദന വരിക. ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, രാവിലെ ആകുമ്പോഴേക്ക് വേദന. അല്ലെങ്കിൽ രാവിലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, രാത്രി ആകുമ്പോഴേക്ക് നീരിറക്കം വന്നിട്ട് വേദന വരിക. അത്തരം മുട്ടുവേദനകൾ കൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചികിത്സയായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, കുറേ പുരട്ടിയിട്ടുണ്ടാവും, കുറേ കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നമ്മൾ കറക്റ്റ് ഹിജാമ എന്ന് പറഞ്ഞ ചികിത്സ ചെയ്യുന്നതിലൂടെ അവിടെ ബ്ലോക്കായി കിടക്കുന്ന നീരൊക്കെ ഒഴിവായി ബ്ലഡിൻ്റെ സർക്യൂട്ട് രക്തം ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലിയർ ആകുമ്പോൾ അത് അന്ന് തന്നെ മാറുന്ന കേസുകളാണ്. പലരും ഈ കേസ് മാസങ്ങളോളം കൊണ്ട് നടന്നിട്ടാണ് നമ്മളെ കയ്യിൽ എത്താറുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിനിടയിൽ സർജറി പറഞ്ഞതുണ്ടാകും, ഒഴിച്ചിൽ പറഞ്ഞിട്ടുണ്ടാകും, കിഴി പറഞ്ഞിട്ടുണ്ടാകും, അതൊക്കെ പലത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത്തരം കേസുകൾ നമുക്ക് എന്തുണ്ട്, ഹിജാമ കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല പരിപൂർണ്ണ സുഖം കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പല രൂപത്തിൽ ഇപ്പോൾ മുട്ടുവേദന നമുക്ക് ആളുകൾ ഇപ്പോൾ പറയാറുണ്ടല്ലോ. പിന്നെ പല പല ആളുകളും പറയുന്നത് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പല ആളുകൾക്കും പല ആളുകളെയും കൊണ്ടുവരുന്നത് പലപ്പോഴും വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരാൾ കസേരയിൽ ഇരുത്തിയൊക്കെ ആയിരിക്കും. എന്തൊക്കെ കാരണമാണ് ശരിക്കും ഈ മുട്ടുവേദന വരാനുള്ളത്? മുട്ടുവേദന വരുന്നത് അടിസ്ഥാനപരമായ കാരണം കാര്യമായി നമുക്ക് പരിക്ക് കൊണ്ട് വരാം. ചില ആളുകൾക്ക് ആ കാൽമുട്ടിൻ്റെ മർമ്മസ്ഥാനത്ത് പരിക്കേറ്റത് കൊണ്ട് വേദന ഉണ്ടാകാം, അതൊരു കാരണമാണ്. അതോടൊപ്പം തെന്നിപ്പോകൽ ഒരു കാരണമാണ്. പിന്നെ ഇത് വയറിൻ്റെ കാരണം കൊണ്ട് നമ്മളെ ആമാശയത്തിന് കംപ്ലൈൻറ്റ് വന്നിട്ട് അത് കാൽമുട്ടിലേക്ക് പ്രതിഫലിക്കുന്ന ഒരു രൂപമുണ്ട്. 85% മുട്ടുവേദനകളും ആ രൂപത്തിലുള്ള മുട്ടുവേദനകളാണ്. അത് നമുക്ക് കൃത്യമായിട്ട് ചികിത്സ നടത്തി, വയറിന് ചികിത്സ നടത്തി, അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന. ഇപ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഇപ്പോൾ പറഞ്ഞ ഈ വിഷയം ഭയങ്കര അറിയില്ല എന്നുള്ളതാണ്. കാരണം ഈ വയറിൻ്റെ സംബന്ധമായിട്ടുള്ള മുട്ടുവേദന, അതായത് നിങ്ങളെ മുട്ടുവേദന പലപ്പോഴും അല്ലെങ്കിൽ വരാനുള്ള സാധ്യത വേറെ പരിക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് വയറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. ഇത് പല ആളുകൾക്കും അറിയില്ല. കാലാകാലങ്ങളായിട്ട് മരുന്നെടുക്കുന്ന ആളുകളുണ്ട്, അവരെ ജീവിതം തന്നെ വഴിമുട്ടിയ ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും നല്ല നല്ല ജോലിയിലുള്ള ആളുകൾ ഈ വേദന കാരണം ജോലി രാജിവെക്കേണ്ടി വരികയും അല്ലെങ്കിൽ വീട്ടിൽ കിടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ശരിക്കും ഈ വയറുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് കാൽമുട്ടിലേക്ക് വരുന്നത്? ശരീരം നമ്മളെ ആന്തരിക അവയവങ്ങൾ, കുടൽ എന്ന് പറഞ്ഞത് ഓരോ ശരീരത്തിലെ അവയവങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ശരീരത്തിലെ വായ മുതൽ ബുധം വരെ അതിൻ്റെ ഇടയിൽ അസിഡിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുമ്പോൾ അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും, കുടലിൻ്റെ ഏത് ഭാഗത്താണോ അസിഡിറ്റി അത് പല ഭാഗത്തേക്കും പ്രതിഫലിക്കും. അപ്പോൾ ആമാശയത്തിന് അസിഡിറ്റി ഒക്കെ വരുന്നതാണ് ആമാശയത്തിന് വാദം സംഭവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആമാശയത്തിന് വാദം സംഭവിക്കുമ്പം പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കാൽമുട്ടിന് കൈമുട്ടിനൊക്കെ അതിൻ്റെ ഒരു ചലനം, അതിൻ്റെ ഒരു ആന്തോലനം ആ ഭാഗത്തൊക്കെ അറിയിക്കപ്പെടും. അങ്ങനെ ലക്ഷണങ്ങളൊക്കെ കൊണ്ടാണ് പഴയ കാലത്ത് ഈ സ്കാനിങ് ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ലക്ഷണങ്ങളെ കൊണ്ട് രോഗം മനസ്സിലാക്കിയിരുന്നാണ് വൈദ്യന്മാർ. അപ്പം നമ്മൾ കാൽമുട്ടിന് വേദന ഉണ്ടെങ്കിൽ, കൈമുട്ടിന് വേദന ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അവരുടെ ആമാശയത്തിന് നമ്മളൊന്ന് പരിശോധിക്കും. അപ്പം മിക്കവാറും കേസുകൾ 90% കേസുകൾക്കും അവരുടെ വയറ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമ്മളെ അനുഭവം അതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പല ആളുകളും എനിക്കിങ്ങോട്ട് കോൾ ചെയ്തു, ആ സാറേ നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ എനിക്കതൊരു വിശ്വാസം തോന്നി, ഞാൻ എത്രയോ ചികിത്സിച്ച് മാറില്ല, എൻ്റെ വയറിനാണ് പ്രശ്നം എന്ന് എനിക്ക് അറിയാം, അതാരും ചികിത്സിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എങ്ങനെയാണ് ശരിക്കും നമ്മൾ എന്തുകൊണ്ടാണ് വയറ് കേടാവാനുള്ള ഒരു കാരണം? നമ്മുടെ ജീവിത ശൈലിയാണ്. നമ്മൾ അതിരാവിലെ വെറുമായിട്ട് തന്നെ ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുക, അല്ലെങ്കിൽ ഐസ് ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആമാശയം ശരിക്കും എന്താണ്, അതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ പല കേടുപാടുകളും സംഭവിക്കും, അതിൻ്റെ മ്യൂക്കസിനൊക്കെ പാളിച്ചകൾ സംഭവിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അതല്ലാത്ത നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം, ഹെവി ഫുഡ് എപ്പോഴും എന്നും കഴിച്ചുകൊണ്ടിരിക്കുക, പച്ചക്കറിയുടെ ഉപയോഗം തീരെ ഇല്ലാതെ ഉപയോഗിക്കുക, എല്ലാ ദിവസവും മുളക് ഉപയോഗിക്കുക, പഞ്ചസാരയുടെ അമിത ഉപയോഗം, ചായപ്പൊടിയുടെ അമിത ഉപയോഗം, വർഷത്തിൽ 2 തവണ എൻഡോസൾഫാൻ മിശ്രിതം
കലർങ്ങിയ ഈ കീടനാശിനി അടിക്കുന്ന സാധനമാണ് തേയില. അത് ബ്ലീച്ച് ചെയ്തിട്ടൊന്നല്ലല്ലോ നമുക്ക് വരുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആമാശയം കേടാകും. അത് നമ്മുടെ മറ്റുള്ള അവയവങ്ങളൊക്കെ ബാധിക്കും. പ്രത്യേകിച്ച് വിശിഷ്യ ആമാശയത്തിനാണ്, കാൽമുട്ടിന്, എന്നിട്ടത് പെരുമുട്ട് വാദമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചികിത്സിച്ച് കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ഇത്തരം മുട്ടുവേദനകൾ, ഇപ്പോൾ വർഷങ്ങളായിട്ട് മാറാത്ത മുട്ടുവേദനകൾ. നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും, ഇപ്പോൾ പരിക്ക് പറ്റിയാൽ തന്നെ ഒരുപാട് കാലമായിട്ട് മുട്ടുവേദന സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമുക്ക് നല്ലപോലെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെ ലൈഫ്, അതായത് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ മാറി നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, നമ്മളെ ചികിത്സയെക്കുറിച്ചും ഇതിനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉസ്താദിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് പല ഭക്ഷണങ്ങൾ നമ്മൾ ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ ആമാശയം മുട്ടിലേക്ക് വരുന്നതിന് നമുക്ക് ലക്ഷണങ്ങൾ വേറെ എന്തെങ്കിലും കാണാൻ പറ്റും? നമ്മൾ ഇപ്പോൾ മുട്ടുവേദന വരുന്നത് ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ, വയറിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ? ഇതോടൊപ്പം തന്നെ നമുക്ക് പുളിച്ച തകട്ടലുണ്ടാകാം, അല്ലെങ്കിൽ കൃത്യമായൊരു മോഷൻ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായൊരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വയറിന് വേറെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല, എന്നിരുന്നാലും നമ്മളെ വയറ് കംപ്ലീറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതോടൊപ്പം തന്നെ ഇത്തരം വ്യക്തികൾക്ക് മുട്ടിന് പ്രശ്നവും വരാം. അത് തന്നെ. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള വേദന, ഇത് വയറിൻ്റെ അല്ലാതെ തന്നെ മറ്റെന്ത് വേദനകളാണ് നമുക്ക് മെയിനായിട്ട് മുട്ടുവേദനയ്ക്ക് വരാറുള്ളത്? എന്ത് പ്രശ്നങ്ങളാണ്? പിന്നെ ജെല്ല് പറ്റും. ഈ നമ്മുടെ ഗ്രീസ്, ഈ ജോയിൻറ്റിലുള്ള മജ്ജയല്ല, അതിൻ്റെ ഫ്ലൂയിഡ് പറ്റി വരണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാവും. ആ മുട്ടുവേദനക്ക് നമ്മൾ ഫ്ലൂയിഡ് ആക്കിയെടുക്കണം. അതിന് നമ്മൾ വേദനക്കുള്ള പെയിൻ കില്ലർ, ഓയിലുകൾ, ബാമുകളൊക്കെ ഉപയോഗിച്ചാൽ ആ മുട്ട് വീണ്ടും അപകടത്തിലാകുകയാണ് ചെയ്യുക. അത് വീണ്ടും അവിടെ വരൾച്ച സംഭവിച്ചിട്ട് മുട്ട് കംപ്ലീറ്റ് ആയി പോവുകയാണ് ചെയ്യുക. മിക്കവാറും ചികിത്സകർ അങ്ങനെയാണ് ഇത് ചൂട് പിടിക്കുക, നമുക്ക് ഉഷ്ണവീര്യമുള്ള മരുന്നുകളൊക്കെ, ബാമുകളൊക്കെ ഉപയോഗിക്കുക. ഈ മുട്ട് താരതമ്യേന ഇത് ദ്രവിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് കാരണം മനസ്സിലാക്കി നമ്മൾ എന്താണ്, ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഉഷ്ണം കൊടുക്കാൻ പറ്റാത്തടത്ത് ഉഷ്ണം കൊടുക്കാൻ പാടില്ല. അവിടെ നമ്മൾ ഈർപ്പം കൊടുക്കേണ്ടി വരും. കാരണങ്ങൾ എങ്ങനെ നോക്കി വ്യക്തമായി മനസ്സിലാക്കി ചികിത്സിച്ചാൽ ഇത് മാറുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ നമ്മളിടയിലുള്ള ആ ഫ്ലൂയിഡ് വറ്റാനുള്ള കാരണങ്ങൾ? വറ്റാനുള്ള കാരണം വറ്റുന്ന ഭക്ഷണ രീതി, ജീവിതശൈലിയായിരിക്കും നമ്മുടേത്. ഉദാഹരണം, അമിതമായിരിക്കുന്ന മുളകിൻ്റെ ഉപയോഗം, പഞ്ചസാരയുടെ ഉപയോഗം, അതേപോലെ പിന്നെ മറ്റ് ഹെവി ഫുഡ് എപ്പോഴും ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ആ വയറ് കേടുവരും. വയറിൽ നിന്ന് വേണം എല്ലാ ഉൽപ്പാദനവും നടക്കണമെങ്കിലും. വയറ് കംപ്ലൈൻ്റ് ആകുമ്പോൾ നമ്മളെ ഫ്ലൂയിഡൊക്കെ കംപ്ലൈൻ്റ് ആവും. അത് ഉൽപ്പാദനം നടക്കില്ല, അത് വറ്റിക്കൊണ്ട് വരണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ പല ആളുകൾക്കുള്ള കൺഫ്യൂഷൻ ഉണ്ട്. എല്ല് തേയ്മാനം എന്ന് പറയുമ്പോഴേക്ക് എല്ല് രണ്ടും തേഞ്ഞ് തീർന്നു പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ ഫ്ലൂയിഡ് പറ്റുന്നത് കൊണ്ടല്ലേ ഈ എല്ല് തേയ്മാനം എന്ന് പറയുന്നത്? കറക്റ്റ്, അതാണ്. പിന്നെ എല്ലിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന് കോട്ടിങ് നഷ്ടപ്പെടും. എല്ലും തമ്മിൽ ഫോസ്ഫറസും തമ്മിൽ വരുന്നതല്ല അത് ഹൈലി പോയിസൺ ആണല്ലോ. യഥാർത്ഥത്തിൽ അത് കോട്ടിങ് നഷ്ടപ്പെടുകയാണ്, എല്ലിനെ അത് ബാധിക്കുന്നില്ല. പിന്നെ അപ്പം നമുക്ക് പെയിൻ വരുന്നു, നമ്മളത് എല്ല് തേയ്മാനം എന്ന് പറഞ്ഞിട്ട് ഇനി അത് മാറൂല എന്ന് വിധി എഴുതി നമ്മൾ മാറ്റിവെക്കുന്നു. യഥാർത്ഥത്തിൽ അത് കണ്ടിന്യൂ ചികിത്സ നടത്തി ആ കോട്ടിങ്ങിനൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ഓയിലുകളൊക്കെ അപ്ലൈ ചെയ്ത് അതിനുള്ളത് നമ്മൾ ഉള്ളിലേക്ക് കഴിച്ച് അങ്ങനെയൊക്കെ ചികിത്സ ചെയ്യുമ്പോൾ അതിന് ആശ്വാസം കിട്ടും. ഓക്കെ, ഇപ്പം അങ്ങനെ വരുന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഫ്ലൂയിഡിൻ്റെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഫ്ലൂയിഡ് കൂടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും? ഫ്ലൂയിഡ് കൂടാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ കൂവപ്പൊടി, അറാറൂട്ട് എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഒരു ദിവസം 1-2 ടീസ്പൂണ് എള്ള്, നല്ല കറുത്ത എള്ള് അല്ലെ വെളുത്ത എള്ളൊക്കെ ഉള്ളിലേക്ക് കഴിക്കുക. ശുദ്ധമായ പശുവിൻ നെയ്യ് ഉള്ളിലേക്ക് കഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ഫ്ലൂയിഡ് വർദ്ധിക്കാൻ സഹായകമാണ്. ഓക്കെ, ഇപ്പോൾ പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കുന്നത്, അതായത് കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വയറിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളത്. ഇപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മുട്ടുവേദന മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് സ്റ്റൈൽ നന്നാക്കുക എന്നുള്ള, ഭക്ഷണങ്ങൾ റെഡിയാക്കുക, നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾ ഈ മുട്ടുവേദന ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്ന ഭക്ഷണം എന്തൊക്കെ ആയിരിക്കും? കഴിക്കണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് രാവിലെ തന്നെ അവർ ഈ ചായ പഞ്ചസാര പോലത്തെ ഒന്ന് മാറ്റി വെക്കുക. ആ സമയത്ത് കൂവ വെള്ളം കുടിക്കുക. കൂവ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങ ചിരകി ഉപയോഗിക്കുക. പിഴിഞ്ഞ് പാലെടുത്ത് ചണ്ടി കളയേണ്ട കാര്യമല്ല, ചിരകി നേരിയ രൂപത്തിൽ ചിരകി ഉപയോഗിക്കുക. ആ കൂവ വെള്ളം നമ്മൾ 1-2 ഗ്ലാസ് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കുക. പതിവായി ഇങ്ങനെയൊരു ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതേ സമയത്ത് ഫ്ലൂയിഡ് വറ്റുന്ന സാധനമാണ് മുളക് ഐറ്റംസ്, ചായപ്പൊടിയൊക്കെ. അതിൻ്റെ ഉപയോഗം നമ്മളൊന്ന് കുറച്ചെടുക്കുകയും ചെയ്താൽ നമുക്ക് ഫ്ലൂയിഡ് വർദ്ധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വയറിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും? വയറിൻ്റെ പ്രശ്നം മാറ്റാൻ നമ്മൾ പിന്നെ രാവിലെ വെറും വയറ്റിൽ ഏത്തപ്പഴം
പഴുത്തതാണെങ്കിൽ അതിൻ്റെ തൊലി കറക്കുന്ന രൂപത്തിൽ പഴുക്കണം. അല്ലെങ്കിൽ പച്ചയിൽ നമ്മളത് തോലടക്കം നമ്മൾ തോരനാക്കിയിട്ട് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ ഉലുവ 1 ടീസ്പൂണ് തലേന്ന് രാത്രി വെള്ളത്തിലിടുക, രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം എടുത്ത് കുടിക്കുക. ഇങ്ങനെ ഒരുപാട് ഗൃഹവൈദ്യങ്ങൾ നമ്മൾ ഒറ്റമൂലികൾ ചെയ്യൽ കൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് കാണാം നമ്മളെ മുട്ടിന് നല്ല വേദന കൂടെ തന്നെ നല്ല നീര് വരുന്നൊരു സിറ്റുവേഷൻ, നീര് വന്നിട്ട് ചുവന്ന് തടിച്ച് നിൽക്കുക, എന്നിട്ട് ഭയങ്കര വേദന, നമുക്ക് ഒന്ന് തൊടാൻ പോലും പറ്റാത്ത അത്രയും വേദന വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് വാതനീരുണ്ടാവും ചിലത്. പല കാരണങ്ങൾ കൊണ്ട് വരെ വാതനീരാണെങ്കിൽ നമ്മൾ വാതരോഗത്തിനെ ചികിത്സിച്ച് മുട്ടിനെ ബേസ് ചെയ്യാതെ വാദത്തിനെ ബേസിക്കലായിട്ട് ചികിത്സിച്ച് ആ നീരുകളൊക്കെ അവിടുന്ന് കളഞ്ഞ് അതിന് വേണ്ടതൊക്കെ ചെയ്യുമ്പോൾ അതും വിദൂരത്താവും. ഓക്കെ. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് നമ്മൾ അതിന് നീര് വറ്റാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക? ഓരോരുത്തരുടെ പ്രായം അവസ്ഥയൊക്കെ അനുസരിച്ച് നമ്മൾ കണ്ട് പറയേണ്ട ഒരു വിഷയമാണത്. നമ്മൾ ഏജ് ഓവർ ആയിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയത് അതല്ലല്ലോ നമ്മൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവസ്ഥ നോക്കി നമ്മൾ അവരെ നേരിൽ കണ്ട് ഒരു പ്രാവശ്യം കണ്ടാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഈ രോഗിക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് എന്നേക്കുമായുള്ള നിർദ്ദേശം കൊടുക്കാൻ നമുക്ക് പറ്റും. അതെ അതെ. എന്താണ് അതിന് നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ നല്ല വേദന ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കത് തൽക്കാലത്ത് ആ വേദന ഒന്ന് ശമിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ വേദന ശമിപ്പിക്കാൻ നമുക്ക് തൈലങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ അതിൽ ഒലിവ് ഓയിൽ, ശുദ്ധമായ ഒലിവ് ഓയിൽ, മറ്റൊരു തൈലങ്ങളും ഇല്ലാതെ ഒലിവ് ഓയിൽ ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ വേദനക്ക് ഒലിവ് ഓയിൽ ഉള്ളോട്ട് കഴിക്കുകയും ചെയ്യാം, ഒലിവ് ഓയിൽ പുറത്ത് പുരട്ടുകയും ചെയ്യാം. നമുക്കത് നല്ല ആശ്വാസം കിട്ടും. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാറുണ്ടായിരുന്നു, നമ്മൾ ഈ കുരുമുളകിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ പിന്നെ മുരിങ്ങൻ്റെ ഇല, ഇതൊക്കെ നമ്മളെ മുട്ടുവേദനയ്ക്ക് പല ആളുകളും ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ നല്ലതാണോ? അത് എല്ലാ രോഗികൾക്കും നല്ലതല്ല. ഇതൊക്കെ ഉപയോഗിക്കുമ്പം ജെല്ല് വറ്റിപ്പോയ ആളുകളാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ദോഷമാണ്. ജെല്ല് വറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഗുണമാണ്. ഓക്കെ. അതെങ്ങനെയാണ് ശരിക്കും യൂസ് ചെയ്യേണ്ട രൂപം? ജെല്ല് വറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മളത് വാട്ടിയിട്ട്, മുരിങ്ങയിലാണെങ്കിൽ അങ്ങനെ തന്നെ മുട്ട വെള്ളയിൽ നന്നായി അരച്ചിട്ട് ഒരു പൾപ്പാക്കിയിട്ട് അങ്ങനെ പൊതിഞ്ഞ് കെട്ടാം രാത്രിയിൽ, രാവിലെ അത് അഴിച്ച് കളയുക. ഈ കുരുമുളകിൻ്റെ ഇലയൊക്കെ ആണെങ്കിൽ ജെല്ല് വറ്റാത്ത ആളുകൾക്ക് ഒരല്പം എള്ളെണ്ണ പുരട്ടിയിട്ട് അത് വെച്ചിട്ട് പൊതിഞ്ഞ് അങ്ങനെ ചുറ്റി വിശ്രമിക്കുക. അപ്പോൾ ആശ്വാസം വരും. ഇപ്പോൾ ഈ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ളത് ശരിയാണോ എന്നറിയില്ല, ഈ ക്യാബേജിൻ്റെ ഇലകളൊക്കെ നമ്മളെ മുട്ടിൽ വെച്ച് കെട്ടുന്നത് ഇത്തരം ഇൻഫ്ലമേഷൻ, നീർക്കെട്ടൊക്കെ മാറാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ ഗുണമാണ്. അതേസമയത്ത് ഈ ഫ്ലൂയിഡ് വറ്റിയ ആളുകൾക്ക് അത് പാടില്ല. ഇപ്പോൾ ഇത്തരം ആളുകൾ, മുട്ടുവേദനയുള്ള ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മുട്ടുവേദനയുടെ കാരണം എന്താണെന്ന് ഒരു വിദഗ്ധനായ വൈദ്യനെ സമീപിച്ച് കണ്ടെത്തുക എന്നത് ഇതിന് വലിയൊരു ഘടകമാണ്. കാരണം കണ്ടെത്തിയിട്ട് അവർ ഫ്ലൂയിഡ് വറ്റിയ വേദനയാണെങ്കിൽ അവർ മുളകിൻ്റെ ഉപയോഗം നന്നായി കരുതണം. അതേപോലെ ഓപ്പോസിറ്റ് ഫ്ലൂയിഡ് വർദ്ധിക്കാനുള്ള കൂവപ്പൊടി പോലത്തെ അതിൻ്റെ ഉപയോഗം, പശു നെയ്യ് പോലത്തെ ഉപയോഗങ്ങൾ, അത് അവർ ഒരു വൈദ്യോപദേശ പ്രകാരം അവരത് കണ്ടിന്യൂ ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്താ അതിന് വളരെ ആശ്വാസം കിട്ടും. ഓക്കെ. ഇപ്പോൾ ഇത്തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ പിന്നെ ചില മുട്ടുവേദനക്ക് തീരെ വ്യായാമം ചെയ്യരുത് അങ്ങനെ പറയാറുണ്ടോ? അത് ചില മുട്ടുവേദനയ്ക്ക് നമുക്ക് വ്യായാമം മടക്കൽ നിർത്തലും പാടില്ല. അത് ജെല്ലൊക്കെ വറ്റിക്കഴിഞ്ഞതാണെങ്കിൽ അതിന് വ്യായാമം അല്ല വേണ്ടത്. വ്യായാമം കൊടുക്കാം, പക്ഷെ മടക്കി നൂർത്തും ചെയ്യാതെ കിടന്നിട്ടുള്ള എക്സസൈസുകളിൽ തന്നെ എന്തുണ്ട്, ഈ മുട്ടിനൊക്കെ പേശികൾക്കൊക്കെ ബലം കിട്ടും. അതൊക്കെ അവർക്ക് ചെയ്യാം. അല്ലാണ്ട് വൈറ്റ് എക്സസൈസ് അവർ ചെയ്യരുത്. വേറെ കിക്ക് പോലത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ തുള്ളിയിട്ടുള്ള എക്സസൈസുകൾ, ജമ്പ് ചെയ്ത എക്സസൈസും അങ്ങനത്തെ അവർ ചെയ്യരുത്. അതൊക്കെ അതല്ലാതെ ജെല്ല് വറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഗുണകരമാണ്. മെല്ലെ മെല്ലെ പവറാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അത്തരം ആളുകൾക്ക് നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയായിരിക്കും? പറ്റുന്ന വ്യായാമം, രോഗി എന്ന നിലയ്ക്ക് അവർക്ക് ഈ ഓടാനോ നടക്കാനോ വൈറ്റ് എക്സസൈസൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർ ഒരു ചുമരിൻ്റെ അടുത്തേക്കാണ് അടുത്തിരിക്കുക, ഒരു കസാരട്ടിയിരിക്കുക, ചുമരുമ്മൽ കാലൊന്ന് രണ്ട് കാലിന് വിരലുകളൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് നന്നായി ഒന്ന് തിക്കുക, വീണു പോകാത്ത രൂപത്തിൽ, പുറകോട്ട് തന്നെ പോകാത്ത രൂപത്തിൽ തിക്കുക, വീടുക, വീണ്ടും തിക്കുക, വീണ്ടുക, അങ്ങനെ ഇത് തിക്കൽ ഇങ്ങനെ 10-30 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പം തന്നെ കാലിലെ മസിലുകൾക്ക് പവർ വരും. മസിലുകൾക്ക് പവർ വരുമ്പം നമ്മുടെ ജോയിൻറ്റിന് മസിലുകൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് ആശ്വാസം.
അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കാരണം പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ള രോഗികൾക്ക് വർഷങ്ങളായിട്ട് മാറാത്ത മുട്ടുവേദന, പലപ്പോഴും ആളുകൾ വരുന്നത് തന്നെ നടക്കാൻ പോലും പറ്റാതെ, ഒന്നെങ്കിൽ ഈ തൊട്ടടുത്തേക്ക് വണ്ടി വന്നിട്ട് അത്രയും അടുത്തേക്ക് വന്നിട്ട് വരുന്ന ആളുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കസാരയിൽ എടുത്തു കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് പോലും നമ്മളിവിടെ വന്നിട്ട് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട്, മുട്ടുവേദന മാറ്റാനും ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ അസുഖം എന്താണോ, നിങ്ങളെ കണ്ടീഷൻ എന്താണോ, അതിനനുസരിച്ച് ചേഞ്ചസ് എന്താണോ നോക്കിയിട്ട് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ കൂടെ ഉള്ളത് ഹക്കീം സാലിഹ് ഗുരുക്കളാണ്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി വീഡിയോയിലൂടെ വരാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദനയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റ് എന്ത് ഓർത്തോ റിലേറ്റ് ചെയ്തുള്ള അല്ലെങ്കിൽ സന്ധി റിലേറ്റ് ചെയ്തുള്ള വേദനകൾക്കും അതിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.